ക്രൂരമായൊരു കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് ബംഗളൂരു നഗരം. 29-കാരിയുടെ മൃതദേഹം 30 കഷ്ണങ്ങളാക്കിയ നിലയിൽ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നലെ. മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തുന്നത് ഫ്രിഡ്ജിൽ നിന്ന്. മഹാലക്ഷ്മിയുടെ കൊലപാതകത്തിന്റെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ മല്ലേശ്വരത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 29-കാരി മഹാലക്ഷ്മി ദാസിന്റെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. 165 ലിറ്റർ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ തിങ്ങി നിറഞ്ഞ നിലയിലായിരുന്നു 30 കഷ്ണങ്ങളാക്കിയ മൃതദേഹഭാഗങ്ങൾ. പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയാണ് ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചത്. മൃതദേഹത്തിന് 15 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് സൂചന. അതിനാൽ സെപ്റ്റംബർ 2-നോ അതിനുശേഷമോ ആയിരിക്കാം കൊലപാതകമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മുറിയിൽ നിന്നുള്ള ദുർഗന്ധത്തെ തുടർന്ന് അയൽവാസികൾ പരാതിപ്പെട്ടു. തുടർന്ന് വീട്ടുടമസ്ഥൻ തൊട്ടടുത്ത റോഡിൽ താമസിക്കുന്ന അമ്മയെയും സഹോദരിയെയും വിവരമറിയിച്ചു. അങ്ങനെ വീട്ടിൽ നടത്തിയ തിരച്ചിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകം പുറം ലോകം അറിയുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ബംഗളൂരുവിലെത്തിയതാണ് മഹാലക്ഷ്മി. ഭർത്താവുമായി അകന്ന് ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. വൈലിക്കവൽ പൈപ്പ് ലൈൻ റോഡിലെ ഒറ്റ ബെഡ്റൂം ഫ്ളാറ്റിൽ 5 മാസമായി താമസിക്കുകയാണ്. സെപ്റ്റംബർ 2 മുതൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരാഴ്ചയോളം വിവരമില്ലായിരുന്നിട്ടും അടുത്ത് താമസിച്ചിരുന്ന മാതാവും സഹോദരിയും അന്വേഷിച്ചില്ല. അതിനാൽ അന്വേഷണം കുടുംബാംഗങ്ങളിലേക്കും നീങ്ങുകയാണ്. അമ്മയെ അടക്കം ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. മഹാലക്ഷ്മിയെ രാവിലെയും രാത്രിയും ഒരാൾ സ്ഥിരമായി കൊണ്ടുവിടാറുണ്ടെന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മുംബൈയിലെ വൈദ്യയുടെ കൊലപാതകത്തിന് സമാനമാണ് മഹാലക്ഷ്മിയുടേതും. മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് 14 മാസങ്ങൾക്ക് മുൻപ്. അന്ന് പക്ഷേ കൊലപാതകിയെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പോലീസിനായിരുന്നു. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന മനോജ് സഹാനിയായിരുന്നു ആ ക്രൂരതയ്ക്ക് പിന്നിൽ. 2022-ൽ ഡൽഹിയിൽ നടന്ന ശ്രദ്ധ വാക്കറിന്റെ കൊലപാതകവും ഇതേ രീതിയിലായിരുന്നു. ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് 35 കഷ്ണങ്ങളാക്കി. ഒപ്പം താമസിച്ചിരുന്ന അഫ്താബ് എന്നയാൾ മൃതദേഹഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു. മഹാലക്ഷ്മിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നോ കൊലയിലേക്ക് നയിച്ച കാരണം എന്താണെന്നോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. മഹാലക്ഷ്മിയെ പരിചയമുള്ളവർ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം.